ആ എന്റെ കുളി കഴിഞ്ഞോ? ചേട്ടത്തേക്കട്ടെ? ആ പിന്നെ ഏട്ടാ സ്കൂളൊക്കെ അടച്ചില്ലേ? ഞാൻ 2 ദിവസം വീട്ടിൽ പോയെന്നല്ലോ. ഏട്ടത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അമ്മയ്ക്ക് പിന്നെയും കാലുവേദന കൂടിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ പോയ അമ്മയ്ക്കൊരു സഹായാവൂലേ ഏട്ടത്തി വരുന്നവരെ? ഓ നാളെയാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. എനിക്ക് അമ്മയെ കാണും ചെയ്യാലോ. അത് മതിയോ? ആ ഏട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഏട്ടൻ കൊണ്ടുവരാൻ വന്നാൽ മതി. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് പോയാലോ? ആ പോയിക്കോ. അല്ല നിന്റെ ഒരു പൈസ വല്ലതും ഉണ്ടോ? ആ ഏട്ടാ. ആ പിന്നെ നീ അമ്മയോട് ചോദിച്ചോ? ആ ഏട്ടന്റെ സമ്മതം കിട്ടിയിട്ട് വേണം അമ്മയോട് ചോദിക്കാൻ വെച്ചിട്ടാ. ആ നന്ദി. വേഗം ചായ എടുത്തേക്ക്. ആ ഞാൻ ഇപ്പഴത്തേക്ക് കേട്ടോ. ആ നീ ആ വിറകൊക്കെ നിർത്തേക്ക്. നല്ല മഴ വരുന്നുണ്ട്. വേഗം. ആ അമ്മേ. ആ അമ്മേ ഞാൻ 2 ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ. 2:30 ബസ്സിന് പോയാലോ? അതാവുമ്പോ എനിക്കിന് വീടിന്റെ മുന്നിൽ ചെന്ന് ഇറങ്ങാലോ. ആ എന്തിപ്പോ വീട്ടിൽ പ്രത്യേകിച്ച്? അമ്മയ്ക്ക് ഇപ്പൊ തീരെ വയ്യ. കാലുവേദന കുറച്ച് കൂടിയിട്ടുണ്ട്. ഏട്ടത്തിന്റെ വീട്ടിലും പോയി. ഇപ്പൊ ഏതായാലും സ്കൂളിലല്ലേ, 2 ദിവസം നിന്നിട്ട് വരാം. എല്ലാം ഒറ്റയ്ക്കാണ് തീരുമാനിച്ചോ? എന്താ നിന്റെ കെട്ടിയോൻ പറഞ്ഞേ? ആ ഏട്ട സമ്മതിച്ചു. അമ്മേനോട് ചോദിച്ചിട്ട് പോവാൻ പറഞ്ഞു. എന്തായാലും ഇന്ന് പോണ്ട. നാളെ ദിവ്യം കുട്ടികൾ വരുന്നുണ്ട്. അവര് പോയിട്ട് പോവാം. ആ അപ്പൊ അമ്മയ്ക്കൊരു കൂട്ടാവുമല്ലോ. ആ അതുകൊണ്ട് തന്നെ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്. അവൾ ഇവിടെ വരുമ്പോഴേലും കുറച്ചേരം റെസ്റ്റ് എടുത്തോട്ടെ. നീ കൂടി പോയി അവൾ ഇവിടെ വന്നാലും കഷ്ടപ്പെടേണ്ടി വരില്ലേ? അമ്മ അത് അവള് പോയിട്ട് എന്തായാലും നീ പോയാ മതി. ഞാൻ എന്താ ചെയ്യും? എന്നാലും ഏട്ടനൊന്ന് വിളിച്ചോക്കട്ടെ. എന്താടി പോനായോ? ഹലോ ഏട്ടാ. ഇല്ല ഏട്ടാ, അമ്മ പോണ്ടെന്നാ പറയണേ. പോവണ്ടെന്നോ? നിങ്ങൾ പിന്നെ വഴക്കായോ? ഇല്ലേ. ചേടാ ഈ അമ്മക്ക് ഇത് എന്തിന്റെ കേടാ? ഏട്ടനൊന്ന് അമ്മേനെ വിളിച്ചോക്ക്. ഏട്ടൻ പറഞ്ഞ അമ്മ സമ്മതിക്കും. ഞാൻ വിളിച്ച നിന്നെ ചീത്ത അറിയും. വിളിച്ചോക്കേട്ടാ. ആ ഒന്ന് വിളിച്ചോക്കട്ടെ. ഞാൻ വിളിച്ചിട്ട് വിളിക്കാം. ആ എന്നാ ഓക്കെ ശരി. ആ മോനാണല്ലോ. ഹലോ എന്താടാ, നീ എന്തേലും മറന്നോ? ഹലോ അമ്മേ. ഇല്ല അമ്മേ. അമ്മ എന്താ അഞ്ജുനോട് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു. ഓ അപ്പയ്ക്ക് അത് അവിടെ വരെ എത്തിയോ? ഇപ്പൊ കണ്ടില്ലേ നിന്റെ ഭാര്യയുടെ ഗുണാധികാരം. അതല്ല അമ്മ, അവളെ അമ്മയ്ക്ക് സുഖമല്ലോ. എന്താ സ്കൂളൊന്നുമില്ലല്ലോ. 2 ദിവസം വീട്ടിൽ പോയി നിന്നോട്ടെ. അതൊന്നല്ല മോനെ, ദിവ്യം കുട്ടികളും വരുന്നുണ്ട്. അപ്പൊ അവൾ ഇവിടെ വന്നാൽ ആരും ഇവിടെ ഉണ്ടാവില്ലല്ലോ. പിന്നെ അവൾ ഇവിടെ വന്നാൽ ഇവിടെയും കഷ്ടപ്പാട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവൾ പോയിട്ട് പോവാന്ന് പറഞ്ഞത്. ഓ ഈ പറഞ്ഞ നിന്റെ ഭാര്യയ്ക്കും വേണ്ടേ? അമ്മയുടെ മോളെ പോലെ തന്നെ ഒരു മോളും അല്ലേ അവള്? എടാ നിനക്കിപ്പോ അതൊക്കെ തോന്നും. സ്വന്തം അമ്മയും അനിയത്തേക്കാളും വലുതാണല്ലോ നിനക്ക് ഇന്നലെ വന്നവള്. പെൺകോന്തനായിക്കോ, പക്ഷെ എത്ര അധവദിക്കരുത്. എന്തെങ്കിലും പറഞ്ഞ പെൺകോന്തൻ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇതെല്ലാം കാണാൻ മുകളിൽ ആളുണ്ട്. അതമ്മ മനസ്സിലാക്കണം. ആര് കണ്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് എന്റെ കാര്യം എന്റെ മക്കളെ കാര്യം മാത്രമേ ഉള്ളൂ. ഏട്ടനമ്മേനെ വിളിച്ചാവോ? ഇതൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓ എന്താ നമ്മളോട് പറയാ. ഹലോ. ഹലോ ഏട്ടാ. ഏട്ടൻ വിളിച്ചോ? എന്താവാന്, അമ്മ എന്നെ കുറെ കുറ്റപ്പെടുത്തി. എന്ന് തരുന്ന പോലെ പെൺകൊന്നും സർട്ടിഫിക്കറ്റും തന്നു.
നീ വിഷമിക്കല്ലേ, ഞാൻ വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം, എന്നിട്ട് വൈകുന്നേരം ഉണ്ടാക്കി തരാം. ഹലോ ഹലോ. ശേ, ആ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പപ്പം ഇങ്ങനെ കൊത്തി കൊടുക്കണല്ലേ. വെറുതെ ഏത് നേരം മണിയറയിൽ ഇങ്ങനെ അടയിരിക്കണത്. അമ്മേ, എനിക്ക് എന്റെ വീട്ടിൽ പോവാൻ. ഞാൻ ഇവിടെ ആടെയൊക്കെ കാല് പിടിക്കേണ്ടത്. കാലിനാണ് ഒരു കുറവ് എന്ന് പറയണതില്ല. എന്തൊരു വേദനയാണ്. മോളാണെങ്കിൽ നേരം വരെയായിട്ട് കാണില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓ എടി, നിന്റെ ഫോണാക്കണ ബെല്ലടിക്കണേ. ആ അമ്മ. ഹലോ അമ്മേ. ആ ഹലോ. ആ മോളെ, നീ പോന്നോ? ഇല്ല അമ്മേ, ഇവിടുത്തെ അമ്മേടെ സ്വഭാവം അമ്മയ്ക്ക് അറിയണതല്ലേ. ഇന്ന് മൊത്തം കടന്നെടുത്തിയ മുഖം പോയിട്ട് നിൽക്കുകയാണ്. ഓ, ഓളെ തള്ള മൂപ്പിക്കാൻ വിളിപ്പിക്കോ? എത്ര മൂപ്പിച്ചാലേ എൻ്റെ അടുത്ത് വില പോല. എന്തു പറ്റി മോളെ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, അതിനെന്ത് കുഴപ്പം? അതിനിവിടെ ഒന്നും കുഴപ്പല്ലേ. ഇന്നിപ്പോ അതൊന്നല്ല. ഇന്നിപ്പോ ഞാൻ അങ്ങോട്ട് പോരാൻ ചോദിച്ചില്ലേ, അതിനാണ്. ഏട്ടൻ എന്നെ കണക്കിന് കിട്ടിയിട്ടുണ്ട്. പാവ സുഖില് അവൻ നിങ്ങൾ രണ്ടാളുടെ ഇടയിൽ കടന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും. ഒരു കണക്കിന് ഏട്ടനൊരു പാവാണ്. എന്നെ ഭയങ്കര ഇഷ്ടാ, അതുപോലെ അമ്മയും. ആ, നാളെ നാത്തും വരികയാണ്. ഇനിയിപ്പോ അവളും കൂടി വന്ന എൻ്റെ മോളുടെ അവസ്ഥ. എന്തായാലും ഞാൻ ഇനി വൈകുന്നേരം വിളിക്കാം. അപ്പൊ മോൻ ഉണ്ടാവുമല്ലോ അവിടെ. ശരി മോളെ, എന്നാ ശരി അമ്മേ. നമ്മ വൈകുന്നേരം വിളിക്കി. എൻ്റെ കുട്ടി, അതിനിവിടെ 2 ദിവസം കൂടി വന്ന് നിൽക്കാൻ പറ്റണില്ലല്ലോ. എന്താ ചെയ്യ അമ്മേ.